നിങ്ങൾക്കറിയാമോ, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ലോക പോലീസ് എന്ന വിശേഷണം അമേരിക്കയ്ക്ക് ലഭിച്ചത് വെറുതെയല്ല. സ്വന്തം അതിർത്തികൾക്കപ്പുറത്ത് ലോകത്തിന്റെ ഏത് കോണിലും സൈനികമായി ഇടപെടാനും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനും തങ്ങൾക്ക് അവകാശമുണ്ടെന്ന ഒരു അലിഖിത നിയമം കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി അമേരിക്ക പിന്തുടരുന്നുണ്ട്. ജനാധിപത്യം സംരക്ഷിക്കാനെന്നും ഭീകരവാദം തുടച്ചു നീക്കാനെന്നും അവകാശപ്പെടുമ്പോഴും പലപ്പോഴും ഈ ഇടപെടലുകൾക്ക് പിന്നിൽ സാമ്പത്തിക താൽപ്പര്യങ്ങളും ഭൗമരാഷ്ട്രീയ ആധിപത്യവുമാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും. 19-ാം നൂറ്റാണ്ടിലെ മെക്സിക്കൻ അധിനിവേശം മുതൽ 2026-ൽ നാം കാണുന്ന വെനിസ്വേലയിലെ നാടകീയമായ സൈനിക നീക്കങ്ങൾ വരെ നീളുന്ന അമേരിക്കൻ ഇടപെടലുകൾ ആഗോള ക്രമത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് വിശദമായി നമുക്കിന്ന് പരിശോധിക്കാം. അമേരിക്കയുടെ ഈ അധിനിവേശ സ്വഭാവം ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ്. 1846-ൽ മെക്സിക്കോയുമായി നടത്തിയ യുദ്ധം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ആദ്യത്തെ വലിയ ചുവടുവയ്പ്പായിരുന്നു. കേവലം അതിർത്തി തർക്കത്തിന്റെ പേരിൽ തുടങ്ങിയ ആ യുദ്ധത്തിനൊടുവിൽ മെക്സിക്കോയുടെ പകുതിയോളം ഭൂപ്രദേശം അമേരിക്ക പിടിച്ചെടുത്തു. ഇന്നത്തെ കാലിഫോർണിയ, ടെക്സസ്, അരിസോണ, നെവാഡ തുടങ്ങിയ സമ്പന്നമായ സംസ്ഥാനങ്ങളെല്ലാം ഒരിക്കൽ മെക്സിക്കോയുടെ ഭാഗമായിരുന്നു എന്നത് പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഭൂമി ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്ത് സ്വന്തം രാജ്യത്തോട് ചേർത്ത ഈ നടപടി വരാനിരിക്കുന്ന വലിയ അധിനിവേശങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു. 20-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ അമേരിക്കയുടെ നോട്ടം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും കരീബിയൻ ദ്വീപുകളിലേക്കുമായി മാറി. 1898-ൽ ക്യൂബയിൽ നടത്തിയ ഇടപെടലുകളും പിന്നീട് 1961-ൽ ഫിദൽ കാസ്ട്രോയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടത്തിയ പരാജയപ്പെട്ട ബേ ഓഫ് പിഗ്സ് എന്ന അധിനിവേശവും അമേരിക്കയുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകളുടെ അടയാളമായിരുന്നു. സമാനമായ രീതിയിലാണ് ഹെയ്തിയിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലും പനാമയിലും അമേരിക്കൻ സൈന്യം ബൂട്ടിട്ടത്. 1989-ൽ ഓപ്പറേഷൻ ജസ്കോസ് എന്ന പേരിൽ പനാമയിലെ ഭരണാധികാരി മാനുവൽ നെറിയേഗയെ പിടികൂടാൻ നടത്തിയ സൈനിക നീക്കം ഇന്ന് വെനിസ്വേലയിൽ നാം കാണുന്ന സംഭവ വികാസങ്ങൾക്ക് ഒരു മുൻഗാമിയായിരുന്നു. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഭരണാധികാരികളെ ക്രിമിനലുകളായി മുദ്രകുത്തി പിടികൂടുക എന്നത് അമേരിക്കയുടെ ഒരു സ്ഥിരം ശൈലിയാണ്. അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നാണ് വിയറ്റ്നാം യുദ്ധം. 1960-കളിൽ കമ്മ്യൂണിസ്റ്റ് വ്യാപനം തടയാനെന്ന പേരിൽ വിയറ്റ്നാമിൽ ഇറങ്ങിയ അമേരിക്കയ്ക്ക് അവിടെ നേരിടേണ്ടി വന്നത് കനത്ത തിരിച്ചടിയായിരുന്നു. ആധുനിക ആയുധങ്ങളുമായി ചെന്ന ലോകശക്തിയെ ഒളിപ്പോരിലൂടെ വിയറ്റ്നാം ജനത മുട്ടുകുത്തിച്ചു. ഏതാണ്ട് 15 വർഷത്തോളം നീണ്ട ആ യുദ്ധം അമേരിക്കയുടെ ആത്മവിശ്വാസത്തിന് വലിയ മുറിവേൽപ്പിച്ചു. എങ്കിലും പിൽക്കാലത്ത് ഗ്രനേഡയിലും കൊറിയയിലും നടത്തിയ ഇടപെടലുകളിലൂടെ തങ്ങളുടെ സൈനിക മേധാവിത്യം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. പുതിയ നൂറ്റാണ്ടിൽ അമേരിക്കയുടെ അധിനിവേശ രാഷ്ട്രീയം മിഡിൽ ഈസ്റ്റിലേക്കും ഏഷ്യയിലേക്കും കേന്ദ്രീകരിച്ചു. 2001-ലെ സെപ്റ്റംബർ 11 ആക്രമണത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ അധിനിവേശം 20 വർഷത്തോളം നീണ്ടുനിന്നു. താലിബാനെ പുറത്താക്കി ജനാധിപത്യം സ്ഥാപിക്കാനെന്ന പേരിൽ നടത്തിയ ആ നീക്കം ഒടുവിൽ പരാജയപ്പെട്ട് അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വന്നു. 2003-ൽ ഇറാഖിൽ സദാം ഹുസൈൻ്റെ പക്കൽ മാരകായുധങ്ങൾ ഉണ്ടെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് നടത്തിയ അധിനിവേശം ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായി. ഇറാഖിനെ തകർത്തെങ്കിലും അവിടെ നിന്ന് എണ്ണ സമ്പത്ത് കടത്തുകയായിരുന്നു അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പിൽക്കാലത്ത് വ്യക്തമായി. സമകാലിക ലോകരാഷ്ട്രീയത്തിൽ ഇറാനും വെനിസ്വേലയുമാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇറാനുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് അമേരിക്ക മുതിർന്നിട്ടില്ലെങ്കിലും ദശകങ്ങളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഒരു നിഴൽ യുദ്ധത്തിന് തുല്യമാണ്. ഇറാന്റെ ആണവ പദ്ധതികളെ തടയാനെന്ന പേരിൽ നടത്തുന്ന ഈ നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിലെ സമാധാനം കെടുത്തുകയാണ്. ഇതിനിടെയാണ് വെനിസ്വേലയിൽ അതിക്രമിച്ചു കയറി പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയ സംഭവം അരങ്ങേറുന്നത്. മയക്കുമരുന്ന് കടത്ത് ആരോപിച്ചാണ് ഈ നീക്കമെങ്കിലും ഗ്രീൻലാൻഡിലെ പോലെ തന്നെ വെനിസ്വേലയിലെ എണ്ണശേഖരവും അമേരിക്കയുടെ കണ്ണിലുണ്ട്. ഒരു പരമാധികാര രാജ്യത്തിന്റെ തലവനെ മറ്റൊരു രാജ്യം തട്ടിക്കൊണ്ടുപോകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെങ്കിലും വൻ ശക്തിയായ അമേരിക്കയെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. നേരിട്ടുള്ള സൈനിക നീക്കങ്ങൾക്ക് പുറമെ ഡ്രോൺ ആക്രമണങ്ങളിലൂടെയും വ്യോമാക്രമണങ്ങളിലൂടെയും ലിബിയ, സിറിയ, യമൻ, സൊമാലിയ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലും അമേരിക്ക മരണം വിതയ്ക്കുന്നുണ്ട്. ഭീകരവാദികളെ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരം ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന സാധാരണക്കാരുടെ എണ്ണം ഭീമമാണ്. 2-ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലും ജർമ്മനിയിലും നടത്തിയ അധിനിവേശങ്ങൾ ഫാസിസത്തെ തകർക്കാൻ അനിവാര്യമായിരുന്നു എന്ന് വാദിക്കാമെങ്കിലും അതിനുശേഷമുള്ള ഇടപെടലുകളെല്ലാം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഭാഗമാണെന്നത് കാണാം. അമേരിക്കയുടെ ഈ ഇടപെടലുകളെല്ലാം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്: അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നത് ദുർബല രാജ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. വൻ ശക്തികൾക്ക് അവ തങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാം.
ഇന്ന് റഷ്യയുടെ അധിനിവേശത്തെ എതിർക്കുന്ന അമേരിക്ക തന്നെ വെനിസ്വേലയിൽ മറ്റൊരു അധിനിവേശം നടത്തുന്നതിലെ വിരോധാഭാസം ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. അധികാരം ഉപയോഗിച്ച് ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന ഈ രീതി ലോകത്തെ കൂടുതൽ അസ്ഥിരതയിലേക്കാണ് നയിക്കുന്നത്. സൈനിക ബലം കൊണ്ട് ലോകത്തെ ഭരിക്കാമെന്ന അമേരിക്കയുടെ ഈ നിലപാട് തിരുത്തപ്പെടേണ്ടതാണ്. അല്ലാത്തപക്ഷം ചരിത്രത്തിൽ നാം കണ്ടതുപോലെ ഇത്തരം അധിനിവേശങ്ങൾ പുതിയ യുദ്ധങ്ങൾക്കും മാനവിക ദുരന്തങ്ങൾക്കും മാത്രമാകും വഴിവെക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും താൽപ്പര്യങ്ങൾക്കും വേണ്ടി മറ്റൊരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ബലികഴിക്കുന്നത് ഒരിക്കലും നീതീകരിക്കാനാവില്ല. അമേരിക്കൻ അധിനിവേശങ്ങളുടെ ഈ നീണ്ട പട്ടിക ലോക സമാധാനത്തിന് മുന്നിലെ വലിയൊരു ചോദ്യചിഹ്നമായി ഇന്നും അവശേഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.